നമസ്കാരം. TCV സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തെ ചെറുപ്പക്കാരെ പ്രതിഷേധങ്ങളിലേക്ക് തള്ളിവിടുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധങ്ങളെ പോസിറ്റീവായി എടുക്കണമെന്നും പ്രതികരണം. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം VD സതീശൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദർശനത്തിനു ശേഷം വെണ്ണയും തീർത്ഥവും കൊണ്ട് തുലാഭാരം നടത്തി. ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 2 ദിവസം അവധി. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കി. വലിയ പെരുന്നാൾ ആഘോഷം 28-ന്. കയ്പമംഗലം 3 പീടിക ഐസ് പ്ലാന്റിൽ അമോണിയം ചോർന്നു. പ്ലാന്റിലെ അമോണിയം ടാങ്കിന്റെ വാൽവ് തകരാറിലായതിനെ തുടർന്നാണ് ചോർച്ച ഉണ്ടായത്. മുടിക്കോട് ദേശീയപാതയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. പട്ടിക്കാട് താഴ്വാരം ഗാർഡനിൽ കിഴക്കുമുറി വീട്ടിൽ സുരേഷിന്റെ മകൻ 23 വയസ്സുള്ള അശ്വിനാണ് മരിച്ചത്. കുന്നംകുളം മണ്ഡലത്തിലെ CPI കടങ്ങോട് മില്ല് ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കൂട്ടരാജി. കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ തെറ്റായ നടപടികളിൽ പ്രതിഷേധിച്ചാണ് സെക്രട്ടറി ഉൾപ്പെടെ 11 ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ രാജിവെച്ചത്. ദിവസങ്ങൾക്ക് മുൻപ് എരുമപ്പെട്ടി ചിറ്റണ്ട ബ്രാഞ്ചിലും കൂട്ടരാജി ഉണ്ടായിരുന്നു. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷ നാളെ തുടങ്ങും. ഓൺലൈനിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. +2 VHSC പരീക്ഷാഫലം ചൊവ്വാഴ്ച വൈകിട്ട് 3-ന് മന്ത്രി N ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ആളൂരിൽ ആരോഗ്യ വിഭാഗവും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നിരോധിത വിദേശ നിർമ്മിത പുകയില ഉൽപ്പന്നങ്ങളും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടികൂടി. ആളൂർ കനാൽ പാലത്ത് പ്രവർത്തിക്കുന്ന ഗ്രീൻ സൂപ്പർ മാർക്കറ്റിലാണ് നിയമലംഘനം കണ്ടെത്തിയത്. റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ മകൻ ഡോക്ടർ അർജുൻ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ വിവാഹിതനായി. മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭയുടെ മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റി കൊണ്ടാഴി സെന്ററിൽ പ്രതിഷേധ ധർണ നടത്തി. പാർട്ടി തൃശൂർ ജില്ലാ സെക്രട്ടറി രാഹുൽ V നായർ ഉദ്ഘാടനം ചെയ്തു. ജനവിധി കേരളത്തോട് പറയുന്നത് എന്ന വിഷയത്തിൽ വെൽഫെയർ പാർട്ടി തൃശൂരിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരീപ്പുഴ ഉദ്ഘാടനം ചെയ്തു. ബാലസൗഹൃദ കേരളം സൗരക്ഷിക വാർഷിക സമ്മേളനം തൃശൂരിൽ നടന്നു. മുൻ DGP ജേക്കബ് തോമസ് ഉദ്ഘാടനം ചെയ്തു. ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ആം റെസ്ലിംഗ് ഇന്ത്യ സംഘടിപ്പിച്ച സംസ്ഥാനതല പഞ്ചഗുസ്തി മത്സരം തൃശൂരിൽ K രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് ജോർജ് പ്ലാശ്ശേരി അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ 90ാം വാർഷികം ആഘോഷിച്ചു. കവിയും ഗാൻ രചയിതാവുമായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഫിസിക്കൽ തെറാപ്പിയിൽ ബിരുദം കരസ്ഥമാക്കിയ കയ്പമംഗലം സ്വദേശി ഡോക്ടർ സഹൽ P നജിമുദ്ദീനെ അനുമോദിച്ചു. സഹയാത്രിക സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ച ചടങ്ങിൽ AICC സെക്രട്ടറി TN പ്രതാപൻ പുരസ്കാര സമർപ്പണം നടത്തി. ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ദ്രവ്യകലശ ചടങ്ങുകൾക്ക് സമാപനമായി. കൈമുക്കുമന വാസുദേവൻ നമ്പൂതിരി, സുധീഷ് നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തയ്യൂർ നിത്യസഹായ ദേവാലയത്തിൽ AKCC സംഘടനയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പ് ഇടവക വികാരി ഫാദർ ഫ്രാങ്കോ പൂത്തിരി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ ചൂണ്ടലിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന്റെ മുൻവശത്തെ ചില്ലിലേക്ക് മരക്കൊമ്പ് വീണു. മരക്കൊമ്പ് കാറിനുള്ളിലേക്ക് തുളച്ചുകയറി. തലനാരിഴയ്ക്കാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത്. മുഖ്യമന്ത്രി VD സതീശന്റെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിൽ VIP ദർശനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതായി BJPയുടെ പരാതി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണനാണ് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് പരാതി നൽകിയത്. മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറിയായി രത്തൻ U ഖേൽക്കർ ചുമതലയേറ്റു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞായറാഴ്ചയായിട്ടും ഇന്ന് തന്നെ ചുമതലയേറ്റത്. പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ കാറിടിച്ച് കാട്ടുപന്നി ചത്തു. എറണാകുളത്ത് നിന്ന് അരീക്കോട് പോവുകയായിരുന്ന കാറാണ് ഇടിച്ചത്.
പറപ്പുകര കുടുംബാരോഗ്യ കേന്ദ്രത്തിനു കീഴിലെ ആലത്തൂർ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ മൈഗ്രെയിൻ ആരോഗ്യ സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജേഷ്, പഞ്ചായത്ത് അംഗം കെ സുധാകരൻ, ആരോഗ്യ പ്രവർത്തകരായ ടി കെ സലീഷ്, കമാൽജിത്ത് എന്നിവർ നേതൃത്വം നൽകി. NSS കുന്നംകുളം കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കരയോഗ കുടുംബങ്ങളിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. കരയോഗം പ്രസിഡന്റ് NM കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചായ്പൻകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് എല്ലാ വിഷയങ്ങളിലും A+ നേടി വിജയിച്ച സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അനുമോദന യോഗം SHO ഷെബാബ് കെ കാസിം ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് നാട്ടുവാർത്ത ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാംപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കാവ്യ ഇനത്തിന്റെ സർഗശ്രേഷ്ഠ പുരസ്കാരം ഗീത മേലെഴുത്തിന് സമ്മാനിച്ചു. തൃപ്രയാറിൽ നടന്ന ചടങ്ങ് തിരക്കഥാകൃത്ത് വെണ്ണല മോഹൻ ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.